എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ മാസ്റ്റർ എ സെക്ഷൻ ആയിട്ടുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാണ്. അപ്പൊ അതേസമയം മറ്റൊരു മാസ്റ്റർ ഇപ്പൊ ബി സെക്ടറുകാർക്ക് മറ്റൊരു സ്പോട്ടിൽ വെച്ച് ഇപ്പൊ മികച്ച ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ എ സെക്ടറിലുള്ളവരെ കഴിഞ്ഞും വലിയ വമ്പന്മാരായി മാറ്റാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രെയിൻ ചെയ്ത് അവരുടെ ലിമിറ്റ് പോലും മറികടന്ന് ഒരുപാട് വേദന സഹിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ടോഡറോക്കി, ചപ്രത്തലയൻ, കണ്ണാടി പയ്യൻ, ഇസുക്ക് പയ്യൻ, ഇവര് മൂന്ന് പേരും ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ പ്രിൻസസ് അവൻ ഒരുപാട് നേരം അവന്റെ പവർ യൂസാക്കി അവന്റെ വയറ്റില് ഇപ്പൊ സിവിയർ പെയിൻ അവൻ അനുഭവപ്പെടാൻ തുടങ്ങും. ഇവിടെ കാക്കത്തലയൻ അവനൊരു ഗുഹയുടെ അകത്ത് പോയി ഡാർക്ക് ഷാഡോസിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യും. അങ്ങനെ എവിടേക്ക് നോക്കിയാലും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ പൊരിഞ്ഞ പ്രാക്ടീസ് മാത്രം. അപ്പൊ അതേ സമയത്ത് ബി സെക്ഷൻ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ പ്രാക്ടീസും ട്രെയിനിങ്ങും കണ്ട് കിളി പോയി അവരെ തന്നെ നോക്കി നിൽക്കും. അവര് പരസ്പരം ചോദിക്കും, ഇവർ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാണോ അതോ മരിക്കാൻ പോവാണോ? ഞങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഒരുപാട് പേടിയാവുകയാണെന്ന് അവരിപ്പോ മാസ്റ്ററിനോട് പറയും. അപ്പൊ അത് കണ്ട് നമ്മുടെ മാസ്റ്റർ ബി സെക്ഷനിലെ സ്റ്റുഡൻസിനോടും നമ്മുടെ പിള്ളേരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറയും. അതിന് ബി സെക്ഷനിലെ മാസ്റ്റർ ചോദിക്കും, ഇവരെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവരെ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരിക്കില്ലേ? അത് കേൾക്കേണ്ട താമസം നമ്മുടെ പുസി കാറ്റ് ലേഡീസ് അവർ ചാടി വീഴും. അവര് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് സ്പെഷ്യൽ പവർ ഉണ്ട്. അറ്റ് എ ടൈം എല്ലാവരും ഒബ്സർവ് ചെയ്ത് അവരുടെ ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അപ്പൊ രണ്ടാമത്തെ പെണ്ണ് പറയും, എന്നെ കൊണ്ട് എത്ര വേണമെങ്കിലും ഗെയിംസും ടാസ്കും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ പെണ്ണ് അവള് പറയും, ഞാൻ ഹൾക്ക് കണ്ടംപൂച്ചയാണ്, എനിക്ക് ഭയങ്കര മസിലും നല്ല പവറുമാണ്, അത് വെച്ച് ട്രെയിനിങ്ങിൽ ഉഴപ്പുന്നവരെ എടുത്തിട്ട് കൂമ്പിനടിക്കാം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ തളർന്ന് ഒന്നനങ്ങാൻ പോലും കഴിയാതെ ഇപ്പൊ ബോധം കെട്ട് താഴെ വീഴും. അപ്പ അവന്റെ മനസ്സിലേക്ക് ഇപ്പൊ ചിരിക്കുട്ടൻ പറഞ്ഞ കാര്യം അത് ഓർമ്മ വരും. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്ട്രോങ്ങും പവർഫുള്ളുമായി മാറാൻ കഴിയൂ. കട്ട് ചെയ്താ ഇവിടെ ബി സെക്ടറിലെ മാസ്റ്റർ ആളുടെ സ്റ്റുഡൻസിനോട് പറയും, ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്, എന്ത് വില കൊടുത്തും എ കഴിഞ്ഞു മികച്ചത് അത് ബി ആണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇവിടെ ഹീറോ അവൻ ആ കണ്ടംപൂച്ച പെണ്ണുമായിട്ട് നല്ല പൊരിഞ്ഞ ഫൈറ്റ് നടത്തും. അങ്ങനെ ദീർഘനേരത്തെ പ്രാക്ടീസിനൊടുവില് ഇപ്പൊ പൂച്ച പെണ്ണുങ്ങള് അവരുടെ മുൻപിലേക്ക് ഒരുപാട് വെജിറ്റബിൾസ്, റൈസ്, ചിക്കൻ, മീറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരുടെ മുൻപിലേക്ക് കൊണ്ടുവരും. കാരണം ഇന്നു മുതൽ കുക്ക് ചെയ്യേണ്ടത് അതും നമ്മുടെ ആൾക്കാരാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നമ്മുടെ ആൾക്കാർ പരസ്പരം നോക്കും. പക്ഷെ കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് ഒരു കുലുക്കം ഉണ്ടാവില്ല. അവൻ പറയും, ഇതും വളരെ നല്ലതാണ്, ഒരു സൂപ്പർ ഹീറോ തീർച്ചയായിട്ടും കുക്കിംഗ് പഠിച്ചിരിക്കണം, അറിയാത്തവർക്ക് ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് അവൻ എല്ലാവരെയും വിളിച്ച് ഇപ്പൊ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ടോഡറോക്കെ ആണെങ്കിൽ അവന്റെ പവർ വെച്ച് അടുപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല അടിപൊളി ഫയർ കൊടുക്കും. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ആസ്വദിച്ച് വലിച്ചു വാരി തിന്നും. ആ സമയത്ത് ഇപ്പൊ കൊട്ടപ്പയ്യൻ അവൻ ഫുഡ് കഴിക്കാതെ ഒരുപാട് സങ്കടപ്പെട്ട് ഇപ്പൊ നടന്നു പോകുന്നത് ഹീറോ കാണും. ഹീറോ കുറച്ച് ഫുഡ് അവന്റെ കയ്യിലെടുത്ത് ഇപ്പൊ അവനെ ഫോളോ ചെയ്ത് അവന്റെ തൊട്ടു പുറകിൽ വരും. അവന്റെ തൊട്ടടുത്തെത്തി ഇപ്പൊ അവനെ വിളിക്കും. ഹീറോയെ കാണുമ്പോ തന്നെ കൊട്ടപ്പയ്യന് അവൻ ഒരുപാട് കലിപ്പ് കയറി ഹീറോയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. ഇതെന്റെ മാത്രം സീക്രട്ട് പ്ലേസ് ആണ്, ഇവിടേക്ക് ആരും വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് കേട്ട് ഹീറോ ഇപ്പൊ നൈസായിട്ട് സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. നിന്റെ പപ്പയും അമ്മയും സൂപ്പർ ഹീറോസ് ആയിരുന്നു അല്ലേ? അവര് മരിച്ചുപോയ സ്റ്റോറി കേട്ടപ്പോ എനിക്കും ഒരുപാട് വിഷമായി. അത് കേട്ട് കൊട്ടപ്പയ്യൻ, നിർത്തിനടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. എനിക്ക് ഓൾറെഡി സൂപ്പർ ഹീറോസിനെ തീരെ ഇഷ്ടമല്ല. നിങ്ങളെപ്പോലെ സൂപ്പർ ഹീറോസ് ആവാൻ ട്രെയിനിങ് എടുക്കുന്നവരെ എനിക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. ഹീറോയും വില്ലനും അവർ രണ്ടുപേരും തമ്മിലടിച്ച് ചാവും. അങ്ങനെ ചാവുന്ന ഈ രണ്ട് ടീമുകളെയും എനിക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ വിടാൻ തയ്യാറാവില്ല. ഹീറോ പറയും, ഞാനും ചെറുപ്പത്തിൽ നിന്നെപ്പോലെ തന്നെയായിരുന്നു. പിന്നീട് ഒരു ഹീറോയെ കണ്ടുമുട്ടി ഞാൻ അവന്റെ വലിയ ഫാനായി മാറി. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് പറയും. പക്ഷെ അതൊന്നും കേട്ടിട്ടും നമ്മുടെ കൊട്ടപ്പയ്യന് അവന്റെ ദേഷ്യം മാറില്ല. അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ ഹീറോയോട് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും ഇനി അവനോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇസുക്ക് പയ്യൻ അവൻ ഫുഡ് ഒരു സൈഡിൽ വെച്ച് ഇപ്പൊ തിരികെ നടന്നു പോവും. കൊട്ടപ്പയ്യൻ അവൻ ഒരു കൂസലും ഇല്ലാതെ എന്തൊക്കെ ആലോചിച്ച് ദൂരേക്ക് നോക്കി നിൽക്കും. അപ്പൊ അവൻ നിൽക്കുന്ന
പാറയില് വലിയൊരു പഞ്ചിങ് സിമ്പല് കാണും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ആ വില്ലന്മാര് നമ്മുടെ ആൾക്കാരെ തേടി അങ്ങനെ ഹായ് ആയിട്ട് ട്രാവൽ ചെയ്യാണ്. അവര് പരസ്പരം എന്തൊക്കെയോ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഒരുപാട് മാസ്റ്റർ പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ മുഴുവനായിട്ടും ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം. കട്ട് ചെയ്ത രാത്രിയാവുമ്പോ നമ്മുടെ ആശാമാര് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ടയേർഡായി വന്ന് ഇപ്പൊ കൂർക്കം വലിച്ചുറങ്ങും. രണ്ട് മാസ്റ്റേഴ്സും അവരൊരുപോലെ കണ്ണടയ്ക്കാതെ അവർക്ക് കാവല് നിൽക്കും. പിറ്റേന്ന് വീണ്ടും ആസ് യൂഷ്വൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത്തവണ എക്സാമിൽ തോറ്റുപോയ ആ 4 പേർക്കും മാർക്ക് കുറഞ്ഞു പോയ ബാക്കി 2 പേർക്കും അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് അവരെ വീണ്ടും വീണ്ടും മാസ്റ്റർ ഒരുപാട് കഷ്ടപ്പെടുത്തും. അപ്പം നമ്മുടെ ഹീറോ അവൻ പതിയെ നടന്നു വന്ന് ഇപ്പൊ മാസ്റ്ററിനോട് ചോദിക്കും, ബാക്കിയുള്ള നമ്മുടെ ടീച്ചേഴ്സും ചിരിക്കുട്ടനും അവരൊന്നും ഇവിടേക്ക് വരില്ലേ? അതിന് മാസ്റ്റർ പറയും, ഇല്ല, കാരണം ഓൾറെഡി വില്ലന്മാരുടെ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയാണ് സാക്ഷാൽ ചിരിക്കുട്ടൻ. മാസ്റ്റർ ഇവിടേക്ക് വന്നാ അത് നിങ്ങൾക്കും വലിയ അപകടമാണ്. കട്ട് ചെയ്താ ഇവിടെ പുസിക്കാറ്റ് പെണ്ണുങ്ങള് അവര് വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെയായി വന്ന് നമ്മുടെ ആൾക്കാരോട് വീണ്ടും ഫുഡ് ഉണ്ടാക്കാൻ പറയും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ വീണ്ടും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തലൻ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ക്യാരറ്റ് ഒക്കെ സ്പീഡിൽ അരിയും. അപ്പൊ ടോഡ്രോക്കി അവൻ ഹീറോയോട് ചോദിക്കും, നീ കൊട്ടപ്പയ്യനോട് സംസാരിച്ചിട്ട് അവൻ എന്തു പറഞ്ഞു? അതിന് ഹീറോ പറയും, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവന്റെ അടുത്തേക്ക് എനിക്ക് അടുക്കാൻ കഴിയുന്നില്ല. അവനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്താൽ മാത്രമേ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ ഈ വിഷമമൊക്കെ മാറ്റി അവനെ ഒരു നല്ല കുട്ടനാക്കി മാറ്റാൻ കഴിയൂ. അപ്പൊ കണ്ണാടി പയ്യൻ അവിടേക്ക് വന്ന് അവൻ വിളിച്ചു പോവും, ആരും വെറുതെ ഇരുന്ന് സമയം കളയാൻ പാടില്ല, എല്ലാവരും കുക്ക് ചെയ്യണം. ഇതും മറ്റൊരു തരത്തില് നല്ലൊരു ട്രെയിനിങ് ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരേ ഒരു ലീഡറായ എന്നോട് തന്നെ ചോദിക്കാം. ഇവിടെ ഫെയിലായി പോയവർക്ക് വീണ്ടും വീണ്ടും മാസ്റ്റർ ബ്രേക്ക് പോലും കൊടുക്കാതെ ഹാർഡായിട്ട് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞ് രാത്രിയാവുമ്പോ എ സെക്ടറിലെ സ്റ്റുഡൻസിനും ബി സെക്ടറിലെ സ്റ്റുഡൻസിനും ഇവരെ 2 പേരെയും കമ്പൈൻ ചെയ്ത് ഇപ്പൊ ഒരു പ്രത്യേക ഗെയിം പുസി കാറ്റ്സ് പെണ്ണുങ്ങള് ഇപ്പൊ പ്ലാൻ ചെയ്യും. അവര് പറയും, കാടിന്റെ ഒരു പ്രത്യേക ഭാഗത്തായിട്ട് എ സെക്ഷനിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ബി സെക്ഷനിലുള്ള സ്റ്റുഡൻസ് അവിടേക്ക് ചെന്ന് നിങ്ങൾ 2 ടീംസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് നിങ്ങളുടെ പേരെഴുതിയ ടാഗ് അത് കറക്റ്റായിട്ട് ഇവിടേക്ക് എത്തിക്കുകയാണെങ്കിൽ ഈ ഒരു ഗെയിമില് നിങ്ങൾ വിജയിക്കും. അതിലാരാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച് ആ ടാഗ് അത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സ്വന്തമാക്കുന്നത് അവനായിരിക്കും ഫസ്റ്റ്. ഈ ഗെയിമിലെ ഫസ്റ്റ് വിന്നറും അവനായിരിക്കും കൂടുതൽ പോയിന്റ്സും. പക്ഷെ ഒരേ ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ബി സെക്ടറിലുള്ള എല്ലാവരെയും ഇപ്പൊ 2 പേര് വെച്ച് ഓരോ ടീമാക്കും. അങ്ങനെ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് അവര് ഗെയിം കളിക്കുമ്പോ ഒരു പോയിസൺ ഫോഗ് അവിടെ മുഴുവൻ ഫില്ലാവാൻ തുടങ്ങും. അത് കാണുമ്പോ തന്നെ പോസി കാറ്റ്സിന് മനസ്സിലാവും, കാട്ടിലിപ്പോ ആരോ അവരുടെ അനുവാദം ഇല്ലാതെ കടന്നു കൂടിയിട്ടുണ്ട്. കട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാ കാടിന്റെ മുക്കിലും മൂലയിലും ഓരോരുത്തരായി നിന്ന് ഇപ്പൊ ആ കാട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു. അവര് വീണ്ടും ഫുൾ പവറില് ആ ഒരു ഫോഗ് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവര് ചുറ്റും നോക്കും, പുസി കാറ്റ്സില് ഒരു പെണ്ണിനെ ഇപ്പൊ കാണാനില്ല. അവളെ ഓൾറെഡി ആ വില്ലന്മാര് ഇപ്പൊ അടിച്ചു വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് കൊട്ടപ്പയ്യനാവട്ടെ ആ കാട് മുഴുവൻ ഇപ്പൊ ഫോഗ് ഫില്ലാവുന്നത് കണ്ട് പേടിച്ച് വിറച്ച് അങ്ങനെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.